ഹായ് ഗൈസ്, എല്ലാവർക്കും അന്നൂസ് ഫാമിലിയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ചെമ്മീൻ അച്ചാറാണ്. അപ്പോൾ നമുക്ക് വീട്ടിലേക്ക് കിടക്കാം. ആദ്യം തന്നെ ഒരു ചട്ടിക്കകത്ത് ഇത്തിരി വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. അതിനകത്തേക്ക് ഇത്തിരി ഇഞ്ചി അരിഞ്ഞതും പച്ചമുളകും വെളുത്തുള്ളിയും വേപ്പിലയും കൂടിയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിനകത്തേക്ക് നമ്മൾ ഇത്തിരി ഉപ്പും കൂടി ഇട്ട് നന്നായിട്ട് ഇത് വഴറ്റിയെടുക്കണം കേട്ടോ. ഇത് നമ്മൾ അച്ചാറിലിടുന്ന ഒരു കൂട്ടമാണ് കേട്ടോ. ഇത് നല്ല ടേസ്റ്റുള്ളൊരു കൂട്ടമാണേ. നമ്മൾ സാധാരണ അച്ചാറൊക്കെ ഉണ്ടാക്കുമ്പോൾ അച്ചാറിലേക്ക് നമ്മൾ ഇത്തിരി സാധാ വെളുത്തുള്ളിയൊക്കെയാണ് ഇടുന്നത്. പക്ഷേ ഇങ്ങനെ ചെയ്ത് നോക്കിയിട്ട് അച്ചാറിലിട്ട് നോക്കും, നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. ഇത് നമ്മൾ നന്നായിട്ട് ഇങ്ങനെ വഴറ്റിയെടുക്കാം കേട്ടോ. വഴറ്റിയെടുത്തിട്ട് ഇത് നമ്മൾ ഒരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം കേട്ടോ. ഇത് അച്ചാറിലിടുന്നൊരു നല്ലൊരു കൂട്ടമാണ് കേട്ടോ. ഇത് നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇത് നമ്മളിങ്ങനെ ഇളക്കി ഇത് നമ്മൾ വാട്ടിയെടുക്കണം കേട്ടോ. ഇങ്ങനെ അവസാനം ദേ നല്ലോണം വഴണ്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇത് നമ്മളിങ്ങനെ ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് കൊടുക്കാം. ഇത് നമ്മൾ പാത്രത്തിലേക്ക് മാറ്റിയിട്ടിട്ട് ഈ ചട്ടിയിൽ തന്നെ നമ്മൾ അച്ചാർ ഉണ്ടാക്കും. അച്ചാർ ഉണ്ടാക്കിയ ശേഷം നമ്മളിത് ഈ ഒരു കൂട്ട് നമ്മൾ അച്ചാറിലേക്ക് ഇട്ട് കൊടുക്കും കേട്ടോ. നല്ല ടേസ്റ്റാണ് കേട്ടോ. എല്ലാവരും ഇത് ഉണ്ടാക്കി അച്ചാറിലേക്ക് ഇട്ട് നോക്കൂ, നല്ലതായിരിക്കും. അപ്പോൾ ഇത് നമ്മൾ ഫുള്ള് പാത്രത്തിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ച് കൊടുക്കാം കേട്ടോ. നമ്മൾ ചെമ്മീൻ അച്ചാറാണല്ലോ ഉണ്ടാക്കുന്നത്. അപ്പോൾ ചെമ്മീൻ നമ്മൾ വറുത്തെടുക്കണ്ടേ, അതിനായിട്ട് ചെമ്മീൻ വറുക്കാനായിട്ട് പോവാണ് കേട്ടോ. ഇപ്പോൾ നമ്മളെടുക്കുന്നത് ഉപ്പിൽ വേവിച്ച ചെമ്മീനാണ് കേട്ടോ. കണ്ടോ, ഇതാണ് ഉപ്പിൽ വേവിച്ച ചെമ്മീൻ. ഇത് 5 കിലോ ചെമ്മീൻ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ ഉപ്പിൽ വേവിച്ച് വെച്ചിരിക്കുന്ന ചെമ്മീൻ ഇത് നമ്മളിത് വെളിച്ചെണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അച്ചാറുണ്ടാക്കുമ്പോൾ ഈ ചെമ്മീൻ പച്ചക്കിട്ടിട്ട് ടേസ്റ്റ് ഉണ്ടാവില്ലല്ലോ. നമ്മൾ കുറച്ച് വറുത്ത് സെറ്റാക്കിയിട്ട് വേണ്ടിയിട്ടുണ്ടാക്കി. അപ്പോൾ ഇത് നമ്മൾ ചെമ്മീൻ ഇങ്ങനെ വെളിച്ചെണ്ണയിലേക്ക് ഇട്ട് നന്നായിട്ടിങ്ങനെ വറുത്തെടുക്കുകയാണേ. ഈ ചെമ്മീൻ നമ്മൾ ഉപ്പിൽ വേവിച്ചിട്ട് പുഴുങ്ങി കോരി എടുക്കുന്ന ചെമ്മീനാണ് കേട്ടോ. അതാണ് ഈ പറയുന്നത് ഉപ്പിൽ വേവിച്ച ചെമ്മീൻ. ആ ഉപ്പിൽ വേവിച്ച ചെമ്മീനാണ് നമ്മളിപ്പോൾ വെളിച്ചെണ്ണയിലേക്ക് ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഇത് നമ്മൾ നന്നായിട്ട് വറുത്ത് മുരിച്ചെടുക്കണം കേട്ടോ. നമ്മൾ ഈ ചെമ്മീൻ നമ്മളിത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. നമ്മുടെ കൈ വിടരുത് കേട്ടോ. കൈ വിടാതെ നമ്മളിങ്ങനെ നന്നായിട്ട് ഇളക്കി കൊടുക്കുക കേട്ടോ. കൈ വിടരുതെന്ന് പറയുന്നത് കാരണം കൈ വിട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ ഇത് അടി പിടിക്കാൻ ചാൻസ് ഉണ്ട്, അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ ഇത് നിങ്ങൾ കാണുന്നുണ്ടാവും നന്നായിട്ട് തിളച്ച് ഇതാവുന്നത്. നമ്മൾ നന്നായിട്ട് ഇളക്കി കൊടുക്കുക കേട്ടോ. അവസാനം എന്തേയും വെളിച്ചെണ്ണയ്ക്ക പൊന്തി പതഞ്ഞ് വന്നിട്ടുണ്ട്. വെളിച്ചെണ്ണയ്ക്ക നമ്മളിനി ഒന്നും കൂടി നന്നായിട്ട് ഇളക്കി കൊടുക്കുക കേട്ടോ. അപ്പോൾ നിങ്ങൾ കാണുന്നുണ്ടാവും വെളിച്ചെണ്ണയ്ക്ക നന്നായിട്ട് പതഞ്ഞ് വന്നിട്ടുണ്ട്. നിങ്ങൾ നന്നായിട്ട് ഇളക്കി കൊടുക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ ചെമ്മീനൊക്കെ നന്നായിട്ട് മുരിഞ്ഞ് പാകമായിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതിനകത്തേക്ക് നമുക്ക് അച്ചാർ ഉണ്ടാക്കാനുള്ള സാധനങ്ങളൊക്കെ ഇടാം. നമ്മൾ നേരത്തെ വഴറ്റി വെച്ച കൂട്ടങ്ങളില്ലേ, അത് നമ്മൾ ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. അത് കുറച്ചിട്ട് കൊടുത്താൽ മതി. ഇതിപ്പോൾ 5 കിലോ ചെമ്മീനുണ്ട്, അപ്പോൾ നമുക്ക് ആവശ്യത്തിനനുസരിച്ച് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. ഇത് നന്നായിട്ട് ആ കൂട്ടവും ഈ ചെമ്മീനും കൂടി നന്നായിട്ട് ഇങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾ ഇട്ട് കൊടുക്കാൻ പോകുന്നത് മുളക് പൊടിയാണ് കേട്ടോ. ഇതിപ്പോൾ 5 കിലോ ചെമ്മീനുണ്ട്, അതുകൊണ്ട് തന്നെ ഒരു 8-9 ടീസ്പൂൺ മുളക് പൊടിയെങ്കിലും ഇടണം കേട്ടോ. നിങ്ങൾ എന്തോരമാണ് അച്ചാറുണ്ടാക്കണമെന്ന് വെച്ചെങ്കിൽ അത്രയും മുളക് പൊടി ഇട്ടേച്ചാൽ മതി കേട്ടോ. അതിൻ്റെ ഒരു പകുതി ഇട്ടേച്ചാൽ മതി മുളക് പൊടി. ഇപ്പോൾ നമ്മൾ മുളക് പൊടി ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ.
നന്നായിട്ട് മിക്സ് ചെയ്യണം കേട്ടോ. നമ്മൾ ഈ മുളക് പൊടിയൊക്കെ ചെമ്മീനിൽ പിടിക്കണം. അതുപോലെ നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇനി നമ്മൾ കുറച്ച് മസാലപ്പൊടികളൊക്കെ ഇട്ടിടുന്നത്. ഇത് നമ്മുടെ ഗരം മസാലയാണ്. ഗരം മസാല ഇട്ട് നമ്മൾ നന്നായിട്ട് ഇങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. നല്ലൊരു ടേസ്റ്റിനാണ് കേട്ടോ ഗരം മസാല ഇട്ട് കൊടുക്കുന്നത്. പിന്നെ കുറച്ച് കുരുമുളക് പൊടിയും കൂടി ഇട്ട് നന്നായിട്ട് ഇങ്ങനെ ഇളക്കുകയാണ് കേട്ടോ. കുരുമുളക് പൊടിയൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും മീൻസ് അടിപൊളിയായിരിക്കും. കുരുമുളക് പൊടിയൊക്കെ ഇട്ട് നന്നായിട്ട് മിക്സ് ചേർക്കുക. ഇപ്പം തന്നെ നല്ല മണം വരുന്നുണ്ട് കേട്ടോ. നല്ല അടിപൊളി മണമാണ്. ഇപ്പം തന്നെ കഴിക്കാൻ തോന്നും, പക്ഷേ ആയിട്ടില്ല കേട്ടോ കഴിക്കാൻ. അങ്ങനെ ഇത് തിളച്ചൊക്കെ വരുന്നുണ്ട്. നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട് കേട്ടോ. ഇനി നമുക്കിതിനകത്തേക്ക് കുറച്ച് ചൊറുക്ക ഒഴിച്ച് കൊടുക്കാം കേട്ടോ. ചൊറുക്ക ഒഴിച്ച് കൊടുക്കുന്നതെന്ന് വെച്ചാൽ എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് പുളിയൊക്കെ കിട്ടാനാണ് കേട്ടോ. അച്ചാറാകുമ്പോൾ കുറച്ച് പുളിയൊക്കെ വേണ്ടേ, അതിനാട്ടോ നമ്മൾ ചൊറുക്ക ഒഴിച്ച് കൊടുക്കുന്നത്. ചൊറുക്ക ഒഴിച്ചതിന് ശേഷം നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇത് നിങ്ങൾ കാണുന്നുണ്ടാവും വെളിച്ചെണ്ണയൊക്കെ പൊന്തി വരുന്നത്. നമ്മൾ ലേശത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. ലേശത്തിന് ഉപ്പും കൂടി ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇത് നമ്മൾ നന്നായിട്ട് ഇളക്കി കൊടുക്കുക. കുറച്ച് കഴിയുമ്പോൾ ഇതിൻ്റെയൊക്കെ കളറൊക്കെ മാറും. ആ ഒരു സമയത്താണ് കേട്ടോ ഇത് നന്നായിട്ട് പാകമായി വരുന്നത്. നമ്മൾ നന്നായിട്ട് ഇങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഞാൻ കുറച്ചും കൂടി ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അങ്ങനെ ദേ നമ്മുടെ ചെമ്മീൻ അച്ചാർ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതിനകത്തേക്ക് കുറച്ച് കടുക് പരിപ്പ് ഇട്ട് കൊടുക്കാം കേട്ടോ. കടുക് പരിപ്പ് ഇട്ടതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇത് നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്യാം കേട്ടോ. ഇനി നമ്മൾ ഇട്ട് കൊടുക്കാൻ പോകുന്നത് ഒരു അരപ്പാണ് കേട്ടോ. ഈ അരപ്പ് എന്താണെന്നുള്ളത് ഞാൻ അടുത്ത വീഡിയോയിൽ ഇടുന്നതായിരിക്കും. ഇത് നമ്മൾ അച്ചാറിട്ട് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. ഈ അരപ്പ് ഇട്ട് കഴിഞ്ഞാൽ ഇത് നല്ല രുചി കൂട്ടുന്നൊരു പേസ്റ്റാണ് കേട്ടോ. അച്ചാറിലൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ഇത് അടിപൊളിയായിരിക്കും. ഇതെന്താണെന്നുള്ളത് ഞാൻ അടുത്ത വീഡിയോയിൽ ഇടുന്നതായിരിക്കും. നമുക്ക് ഈ ഒരു പേസ്റ്റ് ഇട്ടതിന് ശേഷം നന്നായിട്ട് ഇങ്ങനെ ഇളക്കി കൊടുക്കാം കേട്ടോ. നമ്മൾ നന്നായിട്ട് ഇളക്കി കൊടുക്കുന്നത് ഇത് തിളച്ച് വരണം കേട്ടോ. ഇപ്പോൾ ഞാൻ ചെമ്മീൻ അച്ചാറാണ് ഉണ്ടാക്കിക്കുന്നത്. നിങ്ങൾക്ക് വേറെ വല്ല അച്ചാറും ഉണ്ടാക്കി കാണണമെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഇട്ടാൽ മതി കേട്ടോ. അപ്പോൾ നമ്മൾ ഉണ്ടാക്കുന്നതായിരിക്കും. നിങ്ങൾക്ക് ഈ ചെമ്മീൻ അച്ചാർ വേണമെങ്കിൽ ഞാൻ അടിയിൽ നമ്പർ കൊടുത്തേക്കാം, വിളിച്ചാൽ മതി. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ കഴിഞ്ഞു. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.